ജുറാസിക് വേൾഡ് ഡൊമീനിയന് ശേഷം ഇനി അടുത്തെങ്കിലും ഒരു ജുറാസിക് വേൾഡ് സിനിമ വരില്ലെന്നാണ് വിചാരിച്ചത്. അതിന് കാരണം ആ സിനിമ 1 ബില്യണോടെ കളക്ഷൻ നേടിയെങ്കിൽ പോലും ഫാൻസിനെ ഏറ്റവും അധികം ഡിസപ്പോയിൻമെൻ്റ് ആക്കിയ ഫ്രാഞ്ചൈസിലെ ഏറ്റവും മോശം സിനിമയായിരുന്നു. എന്നാൽ ഇപ്പോൾ ജുറാസിക് വേൾഡ് റീബർത്ത് എന്ന അടുത്ത സിനിമയുടെ ട്രെയിലർ റിലീസായിരിക്കുകയാണ്. നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്കാർലറ്റ് ജോഹാൻസൺ ആണ് ഇതിലെ ലീഡ് റോളിലെത്തുക. ആൻഡ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന 2014 ഗോഡ്സിലെയും ദ ക്രിയേറ്ററും ഒക്കെ ഡയറക്റ്റ് ചെയ്ത ഗാരത്ത് എഡ്വേർഡ്സ് ആണ്. സോ ഒറിജിനലി ഈ ഒരു സിനിമ അനൗൺസ് ചെയ്തപ്പോൾ ഒരു ഹൈപ്പും ഇല്ലായിരുന്നു എനിക്ക്. കാസ്റ്റ് ആൻഡ് ക്രൂ കാരണം അത്യാവശ്യം ഹൈപ്പ് ഉണ്ടായിരുന്നു. അതിൽ പോകുന്ന ട്രെയിലറും അത്യാവശ്യം പ്രോമിസിങ് തന്നെയാണ്. ആൻഡ് ഈ ഒരു ഹോൾ ഫ്രാഞ്ചൈസിൽ തന്നെ ഏറ്റവും പേടിപ്പിക്കുന്ന സിനിമയാണുള്ള പൊട്ടൻഷ്യൽ ഈ ഒരു സിനിമയ്ക്കുണ്ട്. അതിന് കാരണം നമ്മൾ ഇതുവരെ കണ്ട ദിനോസറിൽ നിന്ന് വ്യത്യസ്തമായി മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള മ്യൂട്ടൻ ദിനോസറുകളുടെ കടന്നുവരവാണ്. സോ അതിനെല്ലാം കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാം. വെൽക്കം ടു കൊമിക് മന്ത്ര. ഞാൻ ശ്രീനന്ദൻ ചെങ്ങന്നൂർ. ജുറാസിക് വേൾഡ് ഡൊമിനിയനിലെ സംഭവങ്ങൾക്ക് 5 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കഥയാണ് ജുറാസിക് വേൾഡ് റീബർത്തിൻ്റേത്. ഡൊമിനിയൻ നടക്കുന്നത് 2019 ടൈം ലൈനിൽ പറഞ്ഞിട്ടുള്ളത്. സോ 2024 കഥയാണ് ജുറാസിക് വേൾഡ് റീബർത്ത്. നമുക്കറിയാം ഫാളൻ കിങ്ഡത്തിൻ്റെ അവസാനം രക്ഷപ്പെട്ട ദിനോസേഴ്സ് ലോകം മുഴുവനുമായി അങ്ങനെ ഒരു ലിറ്ററൽ ജുറാസിക് വേൾഡായ സമയത്തെ കഥയായിരുന്നു ഡൊമിനിയൻ എന്നത്. എന്നാൽ അതിലേക്ക് ഫോക്കസ് കൊടുക്കാതെ ചീവീടുകളുടെ പ്ലോട്ട് മെയിൻ ആക്കിയതാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ പ്രശ്നം. എന്തായാലും ഇക്കുറി അത്തരം എക്സ്പീരിയൻസിന് പോകാതെ ക്ലാസിക് ആയിട്ടുള്ള ഐലൻഡിലെ ദിനോസേഴ്സ് വേഴ്സസ് ഹ്യൂമൻ എൻകൗണ്ടർ എന്ന സ്ട്രാറ്റജി തന്നെയാണ് റീബർത്തിലുള്ളത്. സ്കാർലറ്റ് ജോഹാൻസന്റെ സോറ ബെന്റ് എന്ന ക്യാരക്ടറിനെ ജൊനാഥൻ ബീലിയുടെ ഡോക്ടർ ഹെൻറി ലൂമിസ് ക്യാരക്ടർ കണ്ടുമുട്ടുന്നിടത്താണ് ട്രെയിലർ ആരംഭിക്കുന്നത്. ലോകമെമ്പാടും ഉണ്ടായിരുന്ന ദിനോസേഴ്സിന് മനുഷ്യർ ജീവിക്കുന്നിടം ഇൻഹാബിറ്റബിൾ ആണ്. നമ്മുടെ സ്കൈ സ്ക്രൈബേഴ്സ് നിറഞ്ഞ സിറ്റീസിൽ ദിനോസേഴ്സിന് എന്തായാലും ജീവിക്കാൻ കഴിയില്ലല്ലോ. അതിനാൽ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഇക്വറ്റോറിയൽ റീജിയൻസിൽ ദിനോസേഴ്സ് എല്ലാം താമസമാക്കുന്നു. ചുരുക്കി പറഞ്ഞ നിലവിൽ ഹ്യൂമൻസ് എല്ലാം പണ്ടുണ്ടായിരുന്ന പോപ്പുലേറ്റഡ് ഏരിയസിന് താമസിക്കുമ്പോൾ ദിനോസേഴ്സ് എല്ലാ ദ്വീപുകളിലും മറ്റുമുള്ള കാടുകളിൽ ജീവിക്കുന്നു. സോ രണ്ടു കൂട്ടരും തമ്മിൽ കോൺഫ്ലിക്ട്സ് ഒന്നും കടന്നു വരുന്നില്ല. അതാത് ടെറിട്ടറീസിൽ ഹ്യൂമൻസും ദിനോസേഴ്സും സന്തോഷമായി ജീവിച്ചു പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭാവിയിൽ ഒരു പാണ്ടമിക് ആകാൻ തന്നെ കെൽപ്പുള്ള ഒരു ഹൃദ്രോഗത്തിൻ്റെ ക്യൂർ കണ്ടെത്താൻ സയൻറ്റിസ്റ്റുകൾ ശ്രമിക്കുന്നത്. 3 ദിനോസർ സ്പീഷീസിൻ്റെ DNA എക്സ്ട്രാക്ട് ചെയ്താലാണ് ഈ ക്യൂർ ഉണ്ടാക്കാൻ സാധിക്കുക. അങ്ങനെ ആ ദിനോസേഴ്സിൻ്റെ DNA എക്സ്ട്രാക്ട് ചെയ്യുക എന്നതാണ് സ്കാർലറ്റ് ജോഹാൻസന്റെ സോറ ബെന്നിറ്റ് നയിക്കുന്ന ടീമിൻ്റെ ലക്ഷ്യവും. വെപ്പൺ സ്പെഷ്യലിസ്റ്റായ സോറയ്ക്കൊപ്പം ഒബ്വിയസ്ലി സയൻസ് സൈഡിൽ നിന്ന് ആരെങ്കിലും വേണമല്ലോ. അങ്ങനെയാണ് പാലിയന്റോളജിസ്റ്റ് ഡോക്ടർ ഹെൻറി ലൂമിസിന്റെ കടന്നുവരവ്. ഇവർക്കൊപ്പം സോറയുടെ സുഹൃത്തായ മഹർഷൽ അലിയുടെ ഡങ്കൻ കിൻകേഡും ടീമിന്റെ ഭാഗമാകും. ഐലൻഡിലേക്ക് പോകാൻ ബാർബഡോസ് വഴി പോകണമെന്ന് ഡങ്കൻ ട്രെയിലർ പറഞ്ഞ് നമുക്ക് കാണാം. വെസ്റ്റ് ഇൻഡീസിലുള്ളൊരു ദ്വീപ് രാജ്യമാണ് ബാർബഡോസ്. സോ അതിനടുത്തുള്ളൊരു ദ്വീപായിരിക്കണം ഇവർക്ക് പോകേണ്ടത്. ഈ ദ്വീപ് 90s ഒറിജിനൽ ജുറാസിക് പാർക്കിന്റെ ആദ്യ റിസർച്ച് ഫെസിലിറ്റി ആയിരുന്നു എന്ന് ട്രെയിലർ പറയുന്നുണ്ട്. ഈ ഒരു എലമെന്റ് കാരണമാണ് സിനിമയിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് സംഭവമായ മ്യൂട്ടൻ ദിനോസേഴ്സിന്റെ കടന്നുവരവ്. ആദ്യ പാർക്കിൽ അട്രാക്ഷനായി വെക്കാൻ പറ്റാത്ത അത്രയും ഡേഞ്ചറസ് ആയ ദിനോസർ സ്പീഷീസ് ഈ ദ്വീപിലുണ്ട്. ആൻഡ് ജുറാസിക് വേൾഡ് ട്രിലജിയിലെ സംഭവങ്ങൾക്ക് ശേഷമുള്ള ദിനോസേഴ്സും കൂടി ഇവിടേക്ക് വന്നപ്പോൾ മ്യൂട്ടേറ്റഡ് ആയ മ്യൂട്ടൻ ദിനോസേഴ്സ് രൂപപ്പെട്ടു. വളരെയധികം ഡേഞ്ചറസ് ആയ മ്യൂട്ടൻ ദിനോസേഴ്സിനെ വെൽ എക്സിക്യൂട്ട് ചെയ്താൽ ഏറ്റവും പേടിപ്പിക്കുന്ന ജുറാസിക് സിനിമയാകാൻ റീബർത്തിന് സാധിക്കും. എന്നാൽ ഈ മ്യൂട്ടൻ ദിനോസേഴ്സ് മാത്രമല്ല, ക്ലാസിക് സ്പീഷീസായ സ്പിനോസോറസും ടീറക്സും ഡിലോഫോസോറസും ഒക്കെ ട്രെയിലറിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഫാൻസിന് പ്രിയപ്പെട്ട സ്പീഷീസുകളും ഇതിലുണ്ട്. അതിനോടൊപ്പം ഇതുവരെ കാണാത്ത പുത്തൻ സ്പീഷീസുകളും. എനിക്ക് ട്രെയിലറിൽ മെയിനായിട്ട് ഇഷ്ടപ്പെട്ട 2 സീൻസാണ്. ആദ്യത്തെ റെഡ് ലൈറ്റിലെ ഒരു ഹൊറർ സീനാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു സിനിമ ജുറാസിക് സിനിമകളിലെ ഏറ്റവും പേടിപ്പിക്കുന്ന സിനിമയായിട്ട് മാറുന്നതിൽ ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ഘടകം ഈ ഒരു സീൻ തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് കണ്ടപ്പോൾ തോന്നി. അതുകൂടാതെ ദിനോസർ മുട്ടയിൽ നിന്നും DNA എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ അമ്മ ദിനോസർ വരുന്നതും ആകാശത്തുള്ള ടെൻഷൻ വരുന്ന ആ ഒരു സീനും എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും അറിയാവുന്ന കാര്യമായിരിക്കും, ജുറാസിക് പാർക്ക് ഒറിജിനൽ ഒരു നോവലായിരുന്നു. അതിൻ്റെ അഡാപ്റ്റേഷൻ ആയിരുന്നു ആദ്യം വന്ന സിനിമ എന്നുള്ളത്. ആ ഒറിജിനൽ നോവലിൽ ഉണ്ടായിരുന്ന ലെഗൂൺ റാഫ്റ്റ് ചേസ് ആദ്യ സിനിമയിൽ എന്നെ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന റീബർത്തിൽ ഇത് ഉണ്ടാകുമെന്നത് കൺഫേം ആയിട്ട്. ആൻഡ് ഈ സിനിമയിൽ ഒരുപാട് ഡെത്ത്സ് ഉണ്ടാകുമെന്ന് അണിയറ പ്രവർത്തകർ തന്നെ പറഞ്ഞിരുന്നു. എല്ലാ സിനിമയിലും മെയിൻ കാസ്റ്റ് അവസാനം സർവൈവ് ചെയ്യുന്ന സംഭവം ഇക്കുറി ഈ ഒരു ഫ്രാഞ്ചൈസിൽ പൊളിച്ചെഴുതുകയാണ്. സിനിമയുടെ എല്ലാ സ്ക്രിപ്റ്റ് ഡ്രാഫ്റ്റിലും എല്ലാവരും സർവൈവ് ചെയ്യുന്നത് കടന്നു വരുന്നില്ല എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ സ്കാർലറ്റ് ജോഹാൻസന്റെ ക്യാരക്ടർ പോലും സർവൈവ് ചെയ്യുമെന്ന് യാതൊരു ഉറപ്പുമില്ല. കഴിഞ്ഞ ദിവസം ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സിന് ട്രെയിലർ ബ്രേക്ക് ഡൗൺ ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ കാര്യമാണ്, ഈ വർഷം ജൂലൈയിൽ, അതായത് സമ്മറിൽ ഹോളിവുഡിൽ നടക്കാൻ പോകുന്ന വലിയൊരു ക്ലാഷ് ആണെന്നുള്ളത്. DC-യിൽ നിന്ന് സൂപ്പർമാൻ, മാർവലിൽ നിന്ന് ഫാന്റാസ്റ്റിക് ഫോർ ആൻഡ് ജുറാസിക് വേൾഡിൽ നിന്നും ഇപ്പോഴത്തെ റീബർത്തും വരും. ജുറാസിക് വേൾഡിൻ്റെ ആ ട്രിലജി എന്ന് പറയുന്നത് ഇപ്പം ഇറങ്ങിയിട്ട് ഫസ്റ്റ് മൂവി ഇറങ്ങിയിട്ട് 10 വർഷമാവുകയാണ്. 2015 ജുറാസിക് വേൾഡ് ഇറങ്ങിയത്. ജുറാസിക് പാർക്ക് അന്ന് ഇറങ്ങി 3 സിനിമകൾ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് വലിയ ഡെവലപ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. പിന്നീട് ഒരു കിടിലൻ റീബ്രാൻഡിങ് തന്നെയാണ് ജുറാസിക് വേൾഡ് മൂവി. എന്നാൽ സെക്കൻഡ് മൂവിയെ ഫാളൻ കിങ്ഡം ഒരുപാട് മിക്സഡ് റെസ്പോൺസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹോണസ്റ്റ്ലി എനിക്ക് ആ സിനിമ അത്യാവശ്യം ഇഷ്ടമാണ്. തിയേറ്ററിൽ വലിയൊരു എക്സ്പീരിയൻസും കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സിനിമയ്ക്ക് അതിൻ്റെതായ ഫ്ലോസ് ഉണ്ടെന്നുള്ളത് മറ്റൊരു സത്യം. എന്നിരുന്നാലും ആ സിനിമയുടെ ഏറ്റവും അവസാനത്തെ സീൻ, വെൽക്കം ടു ജുറാസിക് വേൾഡ് എന്ന് ഇയാൻ മാൽക്കം പറയുന്ന ഒരു സീൻ വൻ ലെവലായിരുന്നു. അത് തന്നെയാണ് ഡൊമീനിയന് ഹൈപ്പ് ആവാൻ ഒരുപാട് നോക്കിയിരുന്നത്. എന്നിട്ട് ഡൊമീനിയൻ ഇങ്ങനെ ആ ഒരു എലമെൻറ്റ് കൊണ്ട് മാത്രം ഹൈപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവരൊരു മോശം കോമിക്കും ഷോർട്ട് ഫിലിമൊക്കെ ഇതിനിടയിൽ നടക്കുന്നൊരു കഥ പോലെ ഇറക്കി. അതും വൻ സെറ്റായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒറിജിനൽ ട്രിയോ ഇവർ തിരിച്ചു കൊണ്ടുവരുന്നു എന്നൊക്കെ കണ്ടത്. അങ്ങനെ ഹൈപ്പ് അങ്ങ് വാനോളമായി. എന്നിട്ട് സിനിമ വന്നപ്പോഴത്തേക്കും
സംഭവം എല്ലാം ഉണ്ട്. ദിനോസേഴ്സ് മൊത്തം വേൾഡ് മൊത്തമായി. ഒറിജിനൽ ട്രിയോ തിരിച്ചു വന്നു. പക്ഷേ ഇവർ ഫോക്കസ് ചെയ്തത് ജീവിയുടെ കഥയും. ഒരുമാതിരി കാപ്പാൻ 2 ആകുന്നൊരവസ്ഥയായിരുന്നു ഡൊമീനിയൻ കണ്ടപ്പോൾ പോയത്. ആൻഡ് തിയേറ്ററിൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇറങ്ങി ഓടാൻ തോന്നിയ ചുരുക്കം ചില പടങ്ങളിലൊന്ന് ജുറാസിക് വേൾഡ് ഡൊമീനിയൻ ആയിരുന്നു. ജുറാസിക് വേൾഡ് റീബർത്തിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ക്ലാസിക് ഫോർമുല അല്ലെങ്കിൽ ക്ലീഷേ ഫോർമുല എന്ന് തന്നെ പറയാം. ദിനോസേഴ്സ് ഹ്യൂമൻസും ഒരു ഐലൻഡ് സെറ്റപ്പിൽ ഏറ്റുമുട്ടുന്നു. ഇപ്പോൾ ലോകം മുഴുവനും ആ ഒരു ദിനോസേഴ്സ് എന്നൊരു സെറ്റപ്പിലായിരുന്നു ജുറാസിക് വേൾഡ് അവസാനിച്ചതെങ്കിലും അതിൻ്റെ ബാക്കിയായിട്ട് വരുമ്പോൾ ഇങ്ങനൊരു റീസൺ അവരുണ്ടാക്കി. പക്ഷേ സ്റ്റിൽ ഈ ഒരു എക്സ്പെരിമെൻറ്റേഷൻ സ്റ്റഫ് നടത്തി മോശം സിനിമകൾ കിട്ടുന്നതിലും നല്ലത് ക്ലീഷേ ആയിട്ടുള്ള നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്ന കഥയിലൂടെ പോകുന്ന ഒരു സിനിമ തന്നെയാണ്. പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സിനിമയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്യാവശ്യം ഹൊററാണ്. ഈ ഒരു ഫ്രാഞ്ചൈസിലെ തന്നെ ഏറ്റവും ഹൊറർ സിനിമയാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ക്യാരക്ടേഴ്സ് നമുക്ക് പ്രതീക്ഷിച്ചേക്കാം. സോ എപ്പോഴും ഇത്തരം സിനിമകളിൽ മെയിൻ കാസ്റ്റ് ഏറ്റവും അവസാനം സർവൈവ് ചെയ്യുന്ന അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മെയിൻ ക്യാരക്ടറിന് സർവൈവ് ചെയ്യുന്നുള്ളത് മാറ്റിയിട്ട് അബ്രപ്റ്റായിട്ട് ഈ ക്യാരക്ടേഴ്സിനെയൊക്കെ ഗെയിം ഓഫ് ത്രോൺസിലൊക്കെ ഉള്ളതുപോലെ കൊല്ലുമായിരുന്നെങ്കിൽ സംഗതി ഇതുവരെ കിട്ടാത്തൊരു യൂണീക്ക് എക്സ്പീരിയൻസ് കിട്ടിയേനെ. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ റിസ്ക് എലമെൻസ് ഉണ്ടെന്നുള്ളത് മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സിനിമ ജുറാസിക് വേൾഡ് സിനിമ ഫ്രാഞ്ചൈസിയിലെ ഏറ്റവും യൂണീക്ക് ആയിട്ടൊരു മൂവിയായിട്ട് തന്നെ മാറിയേനെ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ, ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത് ഗാരത്ത് എഡ്വേർഡ്സ് ആണ്. 2014 ഗോഡ്സില്ല മൂവി. ഗോഡ്സില്ല അധികം കാണിച്ചില്ല എന്ന രീതിയിൽ കുറേ പേർക്ക് ഇഷ്ടമല്ല എന്നറിയാം. പക്ഷേ ഒറിജിനൽ 1954 ഗോഡ്സില്ല മൂവിയിലും ഏകദേശം അതുപോലെ തന്നെയായിരുന്നു. ആൻഡ് ആ ഒരു സിനിമയ്ക്ക് ഒരു ട്രിബ്യൂട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്പിരിച്വൽ സീക്വൽ എന്ന രീതിയിൽ തന്നെയായിരുന്നു 2014 ഗോഡ്സില്ല റിലീസായത്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മൂവീസിലൊന്ന് തന്നെയാണ് 2014 ഗോഡ്സില്ല. അതിനുശേഷം ദ ക്രിയേറ്റർ എന്ന സിനിമയിലും ഗാരത്ത് എഡ്വേർഡ്സ് കഴിവ് തെളിയിച്ചതാണ്. സോ ഞാൻ ഇൻട്രോയിലൊക്കെ പറഞ്ഞതുപോലെ ഡൊമീനിയൻ കഴിഞ്ഞിട്ട് ഇനി എന്തിനാ ഒരു ജുറാസിക് വേൾഡ് പടവും കൂടെ താങ്ങാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഗാരത്ത് എഡ്വേർഡ്സ് ആണ് ഡയറക്റ്റ് ചെയ്യുന്നത് അറിഞ്ഞത്. സോ അന്ന് മുതൽ ഈ സിനിമയ്ക്ക് ഹൈപ്പായി. നമുക്കറിയാം ഗോഡ്സില്ല സിനിമയിൽ വളരെ കുറച്ച് നേരം മാത്രം വന്ന ഗോഡ്സില്ല എന്തുമാത്രം ഇമ്പാക്റ്റും ഹൊററും ഉണ്ടാക്കിയത്. സോ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു ലെവൽ അല്ലെങ്കിൽ അതിനും മുകളിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ആൻഡ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ജുറാസിക് വേൾഡ് ഫ്രാഞ്ചൈസിയുടെ ഒരു റീബർത്ത് തന്നെയായിരിക്കും ഈ സിനിമ. ഈ ഒരു സിനിമ വിജയമായി കഴിഞ്ഞാൽ ഗാരത്ത് എഡ്വേർഡ്സ് തന്നെ ഫ്യൂച്ചറിൽ വരുന്ന സീക്വൻസ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ജൂലൈ 2 ജുറാസിക് വേൾഡ് റീബർത്ത് റിലീസാവുക. ജൂലൈ 11 സൂപ്പർമാൻ റിലീസാവും. ആൻഡ് ജൂലൈ 25 ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സും റിലീസാവും. ഇതിലാരാണ് സമ്മർ വിന്നർ ആകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? ഈ കൂട്ടത്തിൽ ഏറ്റവും പൊട്ടൻഷ്യൽ എനിക്ക് തോന്നുന്നത് ജുറാസിക് വേൾഡ് തന്നെയാണ്. കാരണം ഏറ്റവും മോശമായിട്ട് വന്ന സിനിമയായിട്ട് കൂടെ ഡൊമീനിയന് കിട്ടിയ ഒരു കളക്ഷൻ നമ്മളെല്ലാവരും കണ്ടതാണ്. അങ്ങനെ ഒരു മിനിമം ഗ്യാരണ്ടി ഈ ഒരു ഫ്രാഞ്ചൈസിക്കുണ്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫ്രാഞ്ചൈസിലെ ഏറ്റവും മികച്ച ഹൊറർ പടമായിട്ട് മാറാൻ സാധിച്ചു കഴിഞ്ഞാൽ 1 ബില്യൺ ഒക്കെ ഷുവർ ഷോട്ട് അടിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ജുറാസിക് വേൾഡ്. എന്നാൽ അതർ ഹാൻഡിലേക്ക് വരുമ്പോൾ സൂപ്പർമാൻ എന്ന് പറയുന്നത് DCUവിൻ്റെ ഒരു തുടക്കമാണ്. അതുകൊണ്ട് തന്നെ DC ബ്രാൻഡ് ഇപ്പോൾ അത്യാവശ്യം വലിയ വാല്യൂ ഇല്ലാതിരിക്കുകയാണ്. ഗണ്ണിനെല്ലാം ഒന്നേന്ന് തുടങ്ങേണ്ടി വരികയാണ്. അങ്ങനെയുള്ള സിനിമ 1 ബില്യൺ അടിക്കുമോ അല്ലെങ്കിൽ ഈ കൂട്ടത്തിലെ വിന്നർ ആവുമോ എന്നുള്ളത് ഡിബേറ്റബിൾ ആണ്. അതേപോലെ തന്നെയാണ് ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ അവസ്ഥയും. MCU അത്ര നല്ല അവസ്ഥയിലൂടെയല്ല പോകുന്നത്. ലാസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ ഒരു വലിയ സക്സസ് ആയെങ്കിൽ പോലും ആ ഒരു സിനിമയിലുള്ള നൊസ്റ്റാൾജിക് ഫാക്ടർ എത്രമാത്രമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ സിനിമ എന്താകുമെന്നും കണ്ടു തന്നെ അറിയണം. സോ കൂട്ടത്തിൽ നിലവിൽ ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യലുള്ള ജുറാസിക് വേൾഡ് ഡൊമീനിയൻ ആണ്. പക്ഷേ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഏത് സിനിമയായിരിക്കും സമ്മർ വിന്നർ ആവുക? താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജും അതേപോലെ വാട്സപ്പ് ചാനലും ഉണ്ട്. അതും കൂടെ റെഗുലർ അപ്ഡേറ്റ്സിനായിട്ടൊന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ ഇനി മറ്റുള്ള വീഡിയോ കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഈസ് ചെങ്ങന്നൂർ സൈനിങ് ഓഫ് ഫ്രം കോമിക് മന്ത്ര.